അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അങ്ങനെ നാം നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ അത്തിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. ഈ ഭൗതികമായ ജീവിതം നൈമിഷികമായിട്ടുള്ള ജീവിതമാണ്. ഇവിടെ ആരും തന്നെ കാലാകാലങ്ങളായിട്ട് ജീവിക്കുകയില്ല. അതേസമയം ശാശ്വതമായിട്ടുള്ള ജീവിതം പരലോകമാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിലാണ് എന്നാണ്. ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. അത് എല്ലാ മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.